പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന TV സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ഷോ ആരംഭിക്കുന്നത് ചാമ്പ്യൻഷിപ്പ് മത്സരത്തോട് കൂടിയിട്ടാണ്. നിലവിലെ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ റിയ റിപ്ലി നയ ജാക്സിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. കിടിലമായിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തോട് കൂടിയിട്ടാണ് ഷോ ആരംഭിച്ചത്. രണ്ട് പേരുടെ ഭാഗത്തു നിന്ന് കിടിലൻ പെർഫോമൻസ് കാണാൻ സാധിച്ചു. റിയ റിപ്ലിയുടെ സ്പൈൻ ഇഞ്ചുറി പറ്റുന്ന രീതിയിലുള്ള ഒരു ആക്രമണം മത്സരത്തിൻ്റെ അവസാനങ്ങളിൽ നയ ജാക്സിൻ്റെ മൂവ്സിലൂടെ തരം കാഴ്ചവെച്ചു എന്നുണ്ടെങ്കിലും റിയ റിപ്ലി പവർ ഉപയോഗിച്ചുകൊണ്ട് നയ ജാക്സിനെതിരെ തിരിച്ചടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നയ ജാക്സിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു മത്സരം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. റിയ റിപ്ലി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുമെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കും. ആ ഒരു റിസൾട്ടിലേക്ക് തന്നെയാണ് മത്സരം പോയത്. റിയ റിപ്ലി നയ ജാക്സിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിച്ചത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കർ ഷെയ്മസ് എന്ന സൂപ്പർ താരത്തിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. മത്സരമെല്ലാം നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന റിസൾട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുപോയത്. മത്സരത്തിൽ ഷെയ്മസ് വിജയിച്ചു എന്ന് തോന്നിപ്പിച്ച ഒരു നിമിഷമുണ്ടായിരുന്നു. ഷെയ്മസ് ബ്രോൺ ബ്രേക്കറിനെതിരെ ഒരു ബ്രോക്കിക്ക് കൊടുത്തിട്ട് പിൻ ചെയ്യുന്ന സമയത്ത് ആ മൂന്നാമത്തെ കൗണ്ടിന് മുൻപ് ബ്രോൺ ബ്രേക്കർ കാലെടുത്ത് റോപ്പിലേക്ക് വെക്കുന്നുണ്ട്. അതിലുപരി മറ്റൊന്നും ഈ ഒരു മത്സരത്തിൽ വാവ് എന്ന് പറയാൻ ആ ഒരു രീതിയിലുള്ളതായിട്ടൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഷെയ്മസിൻ്റെ മത്സരങ്ങളിലെല്ലാം ഇതുവരെ കണ്ടിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ഈ മത്സരത്തിലും ഉണ്ടായിരുന്നു. ബ്രോൺ ബ്രേക്കറിൻ്റെ സ്പീഡ് താരം യുവ താരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രോൺ ബ്രേക്കർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുമെന്നുള്ള ആ ഒരു പ്രൊഡിക്ഷൻ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു എൻഡിങ്ങുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിൻഫോളിലൂടെ സ്പിയറൊക്കെ കൊടുത്ത് പിന്നീട് ഷെയ്മസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്രോൺ ബ്രേക്കർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. പിന്നീട് നടന്നത് ഇതൊരു സെഗ്മെൻ്റ് ആയിരുന്നു, കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റ്. റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ലാഡർ മത്സരത്തിലേക്കുള്ള ഒരു കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റ്. ഈ കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റിന് മധ്യസ്ഥത വഹിച്ചിട്ടുണ്ടായിരുന്നത് NXTയുടെ നിലവിലെ ഹെഡായിട്ടുള്ള ഹോൾ ഓഫ് ഫെയിമറായ ഷോൺ മൈക്കിൾസ് ആയിരുന്നു. ഷോൺ മൈക്കിൾസിൻ്റെ നാട്ടിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന TV സ്പെഷ്യൽ എപ്പിസോഡ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷോൺ മൈക്കിൾസ് ആദ്യം റിംഗിലേക്ക് വരുന്നു. അവിടെ ചലഞ്ചറായ കെവിൻ ഓവൻസിനെയും ചാമ്പ്യനായ കോഡി റോഡ്സിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവരും റിംഗിലേക്ക് വരുന്നു. ഇവരോട് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ ഷോൺ മൈക്കിൾസ് ആവശ്യപ്പെടുന്നുണ്ട്. പതിവ് പോലെ കെവിൻ ഓവൻസ് മൈക്ക് എടുത്തുകൊണ്ട് താൻ ചാമ്പ്യനാകും, എന്തുകൊണ്ട് കോഡി റോഡ്സിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കായി എന്നുള്ളതൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ കോഡി പറയുന്നുണ്ട്, മതി, എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം നീയല്ല, റസൽമീനിയയിലെ തൻ്റെ എതിരാളി ആരായിരിക്കും എന്നുള്ളത് അറിയാനാണ്. നീ എൻ്റെ ഒരു എതിരാളിയായിട്ട് പോലും ഞാൻ നിന്നെ കാണുന്നില്ല, നീ ഒപ്പിട്, എന്നിട്ട് നമുക്ക് റോയൽ റംബിളിൽ വെച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം എന്നുള്ളത്. അങ്ങനെ രണ്ടുപേരും സൈൻ ചെയ്യുന്നു. ആ ഒരു കോൺട്രാക്റ്റ് ഷോൺ മൈക്കിൾസിൻ്റെ നെഞ്ചത്തേക്ക് കെവിൻ ഓവൻസ് വെച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഷോൺ മൈക്കിൾസിനോട് കെവിൻ ഓവൻസ് ചൂടാകുന്നുണ്ട്. ഷോൺ മൈക്കിൾസ് ആണെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ നീ ക്വിറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഷോൺ മൈക്കിൾസിന് ആ ഒരു മധ്യസ്ഥത നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ കോഡി റോഡ്സിനെ കെവിൻ ഓവൻസ് ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്യുന്നു. അവിടെ ഷോൺ മൈക്കിൾസ് കെവിൻ ഓവൻസിനെ ഒന്ന് തള്ളി മാറ്റുന്നുണ്ട്. അപ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന ഷോൺ മൈക്കിൾസിനെ പാക്കേജ് ഫയൽ ഡ്രൈവർ ഉപയോഗിച്ച് കെവിൻ ഓവൻസ് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഷോൺ മൈക്കിൾസും കോഡി റോഡ്സും തിരിച്ചടിക്കുന്നുണ്ട്. അതിനുശേഷം ഷോൺ മൈക്കിൾസ് അദ്ദേഹത്തിൻ്റെ ഫിനിഷിംഗ് മൂവായ സ്വിറ്റ് ചിൻ മ്യൂസിക് കൊടുത്തുകൊണ്ട് കെവിൻ ഓവൻസിനെ ആക്രമിക്കുന്നു. ആ കെവിൻ ഓവൻസ് ചോദിച്ചു വാങ്ങിയ ഒരു മൂവ് തന്നെ എന്ന് തന്നെ പറയേണ്ടി വരും. ആ അടി ചോദിച്ചു വാങ്ങിയത് തന്നെയായിരുന്നു. അങ്ങനെ ഷോൺ മൈക്കിൾസ് സ്വന്തം കാണികൾക്ക് മുൻപിൽ പഴയൊരു വീര്യത്തോടു കൂടി നിൽക്കുന്നതോടുകൂടി ആ ഒരു സെഗ്മെൻറ്റ് അവർ അവസാനിപ്പിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ച മത്സരം ജേക്കബ് ഫാറ്റു വേഴ്സസ് ബ്രോൺ സ്ട്രോമൻ തമ്മിലുള്ള മത്സരമായിരുന്നു. ഒരു മോൺസ്റ്റർ റെസ്ലറും ഒരു സമോവൻ റെസ്ലറും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതികിടിലമായിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അത് നമുക്ക് മുന്നിലേക്ക് തന്ന ഒരു മത്സരം കൂടിയായിരുന്നു. മത്സരത്തിൽ അങ്ങനെ എടുത്ത് പറയത്തക്ക വിധത്തിലുള്ള വലിയ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല. പക്ഷേ മത്സരശേഷം ജേക്കബ് ഫാറ്റു എന്ന റെസ്ലറിൻ്റെ മൂവ്സും അദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്ത ഒരു രീതിയുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ദേഷ്യം ബ്രോൺ സ്ട്രോമനോട് തീർക്കുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ട്. മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെയാണ് അവസാനിച്ചത്. ബ്രോൺ സ്ട്രോമനാണ് വിജയിച്ചത്. ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കാനുള്ള കാരണം ജേക്കബ് ഫാറ്റു റഫറി പറഞ്ഞിട്ടും ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. അതുകൂടാതെ റഫറിയെ എടുത്ത് റിങ്ങിൻ്റെ പുറത്തേക്ക് എറിഞ്ഞു. അതുകൊണ്ടാണ് മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിപ്പിച്ചത്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ദേഷ്യം തീർന്നില്ല. അവസാനം ഒഫീഷ്യൽസും സെക്യൂരിറ്റീസും നിക് ഓൾഡിസും എല്ലാം വന്നിട്ട് പിടിച്ചു നിർത്താൻ സാധിക്കാതെ വരുന്നു. അവസാനം ടാമ ടോങ്ക വരെ ജേക്കബ് ഫാറ്റുവിനെ പിടിച്ചു നിർത്താൻ വേണ്ടി വരുന്നുണ്ട്. അവിടെ കൊണ്ടും ജേക്കബ് ഫാറ്റു അദ്ദേഹത്തിൻ്റെ ആ ഒരു ദേഷ്യം അവസാനിപ്പിക്കുന്നില്ല. അദ്ദേഹം 3 തവണ അദ്ദേഹത്തിൻ്റെ ഫിനിഷറായ ആ ഒരു മൂൺ സോൾട്ട് കിടിലമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ബ്രോൺ സ്ട്രോമൻ്റെ വായിൽ നിന്ന് ചോര വരുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ജേക്കബ് ഫാറ്റു എന്ന റെസ്ലറിനെ എങ്ങനെയാണ് ഇനിയുള്ള ആഴ്ചകളിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന TV സ്പെഷ്യൽ എപ്പിസോഡിലൂടെ അവർ നൽകിയിരിക്കുന്നത്. ഇന്നത്തെ മെയിൻ ഇവൻ്റായി നമുക്ക് കാണാൻ സാധിച്ചത് വേൾഡ്
വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗിന്ദർ ജെ ഊസോയ്ക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ടിപ്പിക്കലായിട്ടുള്ള ഗിന്ദറിൻ്റെയും ജെ ഊസോയുടെയും മത്സരം. ജെ ഊസോയുടെ ഭാഗത്ത് നിന്ന് ഊസോ സ്പ്ലാഷ്, അതുപോലെ തന്നെ സ്പിയർ, സൂപ്പർ കിക്ക് തുടങ്ങിയ മൂവ്സ്. ഗിന്ദറിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ചോപ്സ്, പവർ ബോംബ്സ് തുടങ്ങിയ മൂവ്സ്. മത്സരത്തിൽ ഗിന്ദർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങൾ ജെ ഊസോയ്ക്ക് കുറച്ചുകൂടി ഒരു മേധാവിത്വം കൊടുത്തു എന്നാണെങ്കിലും ഗിന്ദറിനെ പരാജയപ്പെടുത്തുന്ന രീതിയിലേക്ക് എന്തായാലും ജെ ഊസോയുടെ നിലവിലെ ക്യാരക്ടർ ആ ഒരു ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഡിക്ഷനൊക്കെ ശരിവെക്കുന്ന രീതിയിൽ ഗിന്ദർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് അത് തന്നെയാണ് കാണാൻ സാധിച്ചത്. അങ്ങനെയാണ് ഈ ഒരു ഷോ അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇവൻറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗ്ലോറിഫൈഡ് ഹൗസ് ഷോ എന്ന് പറയേണ്ടി വരും. അതായത് ലൈവ് ഇവൻറ്റിലെ അവിടുത്തെ കാണികൾക്ക് വേണ്ടി മാത്രം WWE നടത്തുന്ന ഹൗസ് ഷോസ്, അത്തരത്തിലുള്ളൊരു ഷോ ആയിട്ട് മാത്രമാണ് ഈ ഒരു സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിനെ WWE പ്രസൻറ്റ് ചെയ്യുന്നത്. അതിലുപരി ഒരു വ്യത്യസ്തത അവർ ഈ ഷോകളിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സമോവൻ റെസ്ലറായ ജേക്കബ് ഫാറ്റുവിനെ ഇന്ന് ഭയങ്കരമായിട്ട് പുഷ് ചെയ്തു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള മത്സരങ്ങളായിരുന്നു. പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള മത്സര ആ ഒരു രീതികളായിരുന്നു. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഷോ അല്ലെങ്കിൽ കുറച്ചും കൂടി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു എലമെൻറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. സർപ്രൈസ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റും ഉണ്ടായിരുന്നില്ല. ഷോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.